ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് എല്ലീസിൻ്റെ മോഡുലാർ ടൈപ്പ് ഒരു സ്വിച്ച് പ്ലഗ് സോക്കറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. വളരെ സിമ്പിൾ വീഡിയോ ആണ്, എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അത് സിമ്പിൾ വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമേ തന്നെ നമ്മൾ നോക്കുക. ഇത് 6 മോഡ്യൂളിൻ്റെ ബോക്സാണ്. 6 മോഡ്യൂളിൽ എന്ന് പറയുമ്പോൾ 6 സ്വിച്ച് വരാവുന്ന രീതിയിൽ ഒരു പ്ലഗ് സോക്കറ്റ് വരുന്നത് 2 മോഡ്യൂൾ. അപ്പോൾ ടോട്ടൽ നമുക്ക് 4 സ്വിച്ച് കൊടുക്കാം, പിന്നെ ഒരു പ്ലഗും കൂടി സോക്കറ്റും കൂടി കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 സ്വിച്ചും ഒരു പ്ലഗുമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ എർത്ത് വയർ നമ്മൾ ഓൾറെഡി വരുന്നുണ്ട്. എർത്ത് 1.5 പച്ചയാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ വന്നതിന് ശേഷം നമ്മൾ എർത്തിൻ്റെ പൊസിഷൻ കറക്റ്റ് സെൻട്രലായിട്ട് നമുക്ക് കാണാൻ, സോക്കറ്റിൻ്റെ സെൻട്രലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് ഡയറക്റ്റ് കൊടുത്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോക്സുകളിൽ ന്യൂട്രൽ വരുന്നുണ്ട്. ന്യൂട്രലുകളെല്ലാം തന്നെ ഡി ബിയിൽ നിന്നാണ് വരുന്നത്. ആ ഡി ബിയിൽ നിന്നും വരുന്നതും പിന്നെ അതുപോലെ ലൈറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂട്രലുകളോട് എല്ലാം കൂടി ലിങ്ക് ചെയ്തിട്ട് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേണം കൊടുക്കാനായിട്ട്. ഇനി അതുപോലെ തന്നെ ഫേസ് വരുന്നുണ്ട്. ഫേസ് വരുന്നത് 1.5 റെഡാണ് വരുന്നത്. റെഡ് നേരെ വന്നതിന് ശേഷം 2 സ്വിച്ചുകൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒറ്റ ഫേസ് ആയതുകൊണ്ട് 2 സ്വിച്ചിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്തു. താഴത്ത് നമ്മൾ ലിങ്ക് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തു. ഇനി അതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലീഡ് വഴി നമുക്ക് എവിടെയാണോ നമ്മളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് വർക്ക് ചെയ്യും. പിന്നെ അടുത്ത സ്വിച്ച്, ഈ സ്വിച്ചാണ് അതിൻ്റെ നമ്മുടെ പ്ലഗ് സോക്കറ്റിൻ്റെ തൊട്ടടുത്തുള്ള സ്വിച്ച്. ആ 1 വേ സ്വിച്ച്. ആ 1 വേ സ്വിച്ച് നേരെ വർക്ക് ചെയ്ത് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന റെഡ് വയർ വഴി നേരെ വന്നിന് ലിങ്ക് ചെയ്ത് വഴി നമ്മുടെ എല്ല് എന്ന് മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ട, റൈറ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും സ്വിച്ചിൻ്റെ പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും ഒരു സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും ഫേസ് വരേണ്ടത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം ന്യൂട്രൽ വരേണ്ടത്. ഇതൊരു സ്റ്റാൻഡേർഡാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഡിവൈസ് എടുത്ത് നോക്കിയാലും, ഏത് പ്ലഗ് സോക്കറ്റോ 3 പിൻ സോക്കറ്റോ ഏത് എടുത്ത് നോക്കിയാലും റൈറ്റ് സൈഡ്, അതായത് നമ്മൾ ഏത് ഡിവൈസ് കുത്താണെങ്കിൽ, സപ്പോസ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ്റെ ആണെങ്കിലും ഫ്രിഡ്ജിൻ്റെ ആണെങ്കിലും തേപ്പൊട്ടിയുടെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും നമ്മൾ നോക്കിയാൽ റൈറ്റ് സൈഡ് ഫേസ് ആയിരിക്കും. എല്ലാം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ലെഫ്റ്റ് സൈഡ് ന്യൂട്രൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതൊരു സ്റ്റാൻഡേർഡാണ്. എപ്പോഴും അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. റൈറ്റ് സൈഡ് ഫേസ് വരിക, ലെഫ്റ്റ് സൈഡ് ന്യൂട്രൽ വരിക. ഇതിപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ടോ. 6 ആംസ് 240 വോൾട്ട് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അത്രയും വരെ നമുക്ക് ഈ പ്ലഗ് സോക്കറ്റിൽ നിന്ന് മാക്സിമം എടുക്കാൻ പറ്റുന്ന ആംപിയർ അത്രയും തന്നെ സ്വിച്ചും വരുന്നുള്ളൂ. 6 ആംസ് മാക്സിമം നമുക്ക് എടുക്കാം. അതായത് നോർമൽ ലെവലുള്ള പ്ലഗ്ഗാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പവർ പ്ലഗ് ആക്കണമെന്നുണ്ടെങ്കിൽ 16 ആംസിൻ്റെ സ്വിച്ചും 16 ആംസിൻ്റെ പ്ലഗ് സോക്കറ്റും കൂടി കൊടുക്കണം. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കി അറിയാൻ പറ്റും. ഒരു 6 മോഡ്യൂളിൻ്റെ ബോക്സാണ് ഞാൻ നേരത്തെ പറഞ്ഞു. 6 മോഡ്യൂളിൻ്റെ ബോക്സ് മോഡുലാർ ടൈപ്പാണ് വന്നിരിക്കുന്നത്. ഇത് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ എല്ലാ ഫിനിഷിങ് കാര്യങ്ങളും കഴിയുമ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ഒരു മോഡ്യൂൾ കൂടി അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വരുന്നുണ്ട്. അപ്പോൾ നീറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എല്ലീസ് എന്ന് പറയുന്ന കമ്പനിയുടെ മോഡലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സാധാരണ സ്വിച്ചുകളെ അപേക്ഷിച്ച് സ്വിച്ച് നല്ല ഹൈ സ്ട്രോങ് ആണ്, ഹൈ ക്വാളിറ്റിയാണ്. സാധാരണ സ്വിച്ചുകൾ നമ്മൾ ലോക്ക് കാര്യങ്ങളൊക്കെ ഒരു ഇച്ചിരി വീക്കായിരിക്കും, പക്ഷേ ഇത് ഹൈ സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു സ്വിച്ച് പ്ലഗ് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.